നമസ്കാരം. ഹലോ. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. ഇത് ശ്രീ രഞ്ജിത്ത് ആണോ? അതെ. ഇത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണേ വിളിച്ചത്. പറയണം മാഡം. അവിടെ ഒരു ചന്തയുടെ ഒരു പരാതി കൊടുത്തിരുന്നില്ലേ? അതെ. അത് എന്തോ മാലിന്യമാണ് അവിടെ ഹരിതകർമ്മ സേന കൊണ്ടുവയ്ക്കുന്ന ആ മാലിന്യത്തെ കുറിച്ചാണോ പരാതി? അതെ അതെ. അത് ചന്തയ്ക്ക് പുറത്തായിട്ടല്ലേ? അല്ല, ആ ചന്തയുടെ ചേർന്നാണ് ഇരിക്കുന്നത്. അത് എടുത്ത് മാറ്റുമല്ലോ, കൂടെ കൂടെ എടുത്ത് മാറ്റുന്നതല്ലേ? ഈ കൂടെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ മാഡം, അതിൽ മഴ പെയ്ത് നനയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ബോക്സ് വെക്കാം. അതവിടെ വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇപ്പൊ അതൊന്നും കാണാനില്ല. ആ ബോക്സ് ഒക്കെ വെച്ചിട്ട് ആ ഇരുമ്പഴിക്കുള്ളിൽ വെക്കുന്ന സംവിധാനത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അതൊക്കെ നേരത്തെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് കാലങ്ങളായിട്ട് തന്നെ. ഞാൻ സോഷ്യൽ പ്രവർത്തകനാണ്, എനിക്കറിയാം. ഈ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ക്യാരി ആക്കി കെയർ ബാഗിനകത്ത് വെച്ച് സൂക്ഷിച്ചു വെക്കുക, അല്ലാതെ അലക്ഷ്യമായിട്ട് ഇടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പരാതി. അത് കാരണം മഴ പെയ്ത് അതിൽ വെള്ളം ഇറങ്ങി ആ പാൽ കവറൊക്കെ അതിനകത്ത് കാണും, പ്ലാസ്റ്റിക്. അതാരും കഴുകിയൊന്നും അല്ല അതിനകത്ത് വെക്കുന്നത്. അതിനകത്ത് പുഴു ഉണ്ടാവും, മറ്റ് ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഈ മത്സ്യം വാങ്ങാൻ വരുന്നവരും ആ മത്സ്യം വിൽക്കുന്ന തൊഴിലാളികളും എല്ലാരും അതിൽ ബുദ്ധിമുട്ട് ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അത് സോഷ്യലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ട രീതിയിൽ ഞാൻ വന്ന് പരാതി തന്നതാണ്. അന്ന് തന്നെ ആരാണെന്ന് അറിയത്തില്ല മാഡം. ഞാൻ എന്റെ ഇത് എഴുത്തിന് ശാലം വ്യത്യാസമുണ്ട്, വായിക്കാൻ ശാലം ബുദ്ധിമുട്ടാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വേറൊരു പരാതി എഴുതി കൊണ്ടുവരാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മാഡം പിന്നെ പറഞ്ഞു കുഴപ്പമില്ല, നമ്പർ ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്പർ കൊടുത്തിട്ട് വന്നത്. എനിക്ക് നല്ലത് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, പണത്തിനോടൊന്നും രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. അതാണ്. യെസ്, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ശരിക്കും നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയതല ചന്ത യഥാർത്ഥത്തിൽ അവിടെ അല്ല പെർമിഷൻ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത്. അവര് എടുത്ത് കളയാതെ വെള്ളം, ഈ രക്തത്തിന്റെ വെള്ളം എല്ലാം കെട്ടി നിന്ന് അവിടെ നിന്ന് മറ്റ് അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് ഞാൻ ഹെൽത്തിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം. അവിടെ ഞാൻ കയറി പരാതി കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യലിയാണ്, ഞാൻ റെക്കോർഡിക്കല് പരാതി കൊടുത്തിട്ടില്ല. മാഡം എന്തായാലും വിളിക്കും. ഓക്കെ. അവിടെ അങ്ങനത്തെ ഒരു ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ 3-4 പേരേ ഉള്ളൂ. പക്ഷെ എന്നാലും അവിടെ കെട്ടിക്കിടക്കുന്ന തളം കെട്ടിക്കിടക്കുന്ന രക്തം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ടാകുന്നു. അടുത്ത മാവേലി സ്റ്റോറാണ്. അത് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്, പഞ്ചായത്തിന്റെ തന്നെ സ്ഥാപനങ്ങളാണ്. അവർക്കൊക്കെ അവർ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യം, ഭയങ്കര സ്മെല്ലാണ്, വെയിലടിക്കുമ്പോഴാണ് പ്രശ്നം. വെയിലടിക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണ്. അവർ ഉച്ചയ്ക്കൊക്കെ കടയിൽ ഇത്രയും വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും പൂട്ടിയിട്ട് ബിസിനസ് നോക്കാതെ വീട്ടിൽ പോയി ഭക്ഷണം. അപ്പൊ നമ്മൾ അവരുടെ കഷ്ടത കൊണ്ട് മനസ്സിലാക്കും. ഇവിടെ എല്ലാം പരാതികൾ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം തുടരെ അവിടെ ഇട്ടത്. അതെ, പ്ലാസ്റ്റിക് ചാക്കാണെങ്കിലും 100 ചാക്കാണ് മേഡം. സവാള ചാക്കെന്ന് പറയും പണ്ടത്തെ. അപ്പൊ അതിനകത്തൂടെ വെള്ളം ഇറങ്ങി ഈസി ആയിട്ട് വെള്ളം ഇറങ്ങും. അപ്പൊ അങ്ങനത്തെ ക്യാരി ബാഗാണ് ഗവൺമെന്റ് തരുന്നത്. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ളതാണ് പറഞ്ഞത്. അതിന് കുഴപ്പമില്ല. അപ്പൊ അത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ അടിച്ചു വെച്ചിട്ട് നമ്മൾ കൃഷ്ണപുരത്തോട്ട് പോകുന്ന വഴിക്ക്, വലിയതല വാർഡിൽ നമ്മൾ കൃഷ്ണപുരത്തോട്ട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിൽ അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല സേഫ് ആയിട്ട് ട്രിപ്പുണ്ട്. അവിടെ ആർക്കും ഒരു തനതായിട്ടുള്ള ഒരു ജംഗ്ഷനിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, ഒരു ശാലം കൂടെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയാസ് നിങ്ങൾ പറയണം. ഞാൻ വേണമെങ്കിൽ ഇതിപ്പം ഫേസ്ബുക്കിൽ വേണമെങ്കിൽ എന്റെ അഭിപ്രായം വേണമെങ്കിൽ ഇടാം ലൈവായിട്ട്. അപ്പൊ ഞാൻ ഓൺലൈൻ സോഷ്യൽ ആക്ടിവിറ്റീസും കൂടി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ശരി, നമ്മൾ റിപ്പോർട്ട് കൊടുത്തേക്കാം. ഓക്കെ.